ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ബേക്കൽ ഫോർട്ട് കാണാൻ പോകും. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും പോയിട്ടെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ഞായറാഴ്ച രാവിലെ എണീച്ചാടും ഒരു പ്ലാനും ഇല്ലാണ്ട് ഒരു 10 മണിയാവും എനിക്ക് തോന്നി എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് ബേക്കൽ ഫോർട്ട് കാണാൻ പോകാം. ഞാൻ കണ്ണൂരാണ്, ഇത്ര അടുത്താണ്, എന്നാൽ ഇതുവരെ ബേക്കൽ ഫോർട്ട് കണ്ടിട്ടുണ്ടായില്ല. ആരോടും ചോദിക്കും പറയുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് അങ്ങ് ബാഗ് എടുത്ത് ഇറങ്ങി. നമുക്ക് പിന്നെ പ്രിയദർശിനി KSRTC ഉള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് കാസർഗോഡ് അങ്ങോട്ട് വേഗം എത്തി. ഓൺലൈൻ ആണെങ്കിൽ 20 രൂപയും ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ 25 രൂപയാണ് എൻട്രി പാസ് വരുന്നത്. ഞാൻ അങ്ങനെ പാസ്സൽ എടുത്തിട്ട് ഉള്ളിൽ കയറി. ഉച്ചയായതുകൊണ്ട് ആൾക്കാർ കുറച്ച് കുറവുണ്ടായി. 1650 പണിയെടുപ്പിച്ച കോട്ടയാണിത്. പല രാജാക്കന്മാരും അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരൊക്കെ ഈ കോട്ട കൈവശപ്പെടുത്തിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധാവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇത് പണിയഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് കടൽ മാർഗ്ഗമുള്ള ആക്രമണങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു താക്കോൽ ദ്വാരത്തിന്റെ ആകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു 35-40 ഏക്കറിനടുത്ത് പരന്ന് കിടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നടന്ന് കാണാനുണ്ട്. മഴയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കൊട എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിലും നല്ല വെയിലാണ് ഉണ്ടായത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഈ സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ കൊട എടുക്കാൻ ആരും മറക്കണ്ട. പയ്യെ എല്ലാം നടന്ന് കണ്ട് കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്. നല്ല വിശപ്പുണ്ടായിരുന്നു. പയ്യന്നൂർ എത്തിയിട്ട് ഒരു ബിരിയാണി അടിച്ചിട്ട് ഞാൻ പയ്യെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ബൈ.